ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സ്ഥാനാർത്ഥികൾ അവരുടെ ചെലവിനുമായിട്ട് പണം കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പാർട്ടി ഫണ്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കുള്ള ഫണ്ട് എന്ന രീതിയിൽ ബിസിനസ്സുകാരെ കച്ചവടക്കാരെയൊക്കെ കാണുന്നു വൻതോതിൽ പണം പിരിക്കുന്നതൊക്കെ വലിയ ആരോപണമാണ്. ഇപ്പോൾ കോ എറണാകുളം ജില്ലയിലെ DCC ഒരു തീരുമാനമെടുക്കുന്നു. അതായത് സ്ഥാനാർത്ഥിക്ക് ചിഹ്നം അനുവദിക്കുന്നതിനോടുകൂടി ഫണ്ടും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ചെലവിന് അത് പാർട്ടി തന്നെ നൽകും. അതായത് പാർട്ടി ഫണ്ട് പിരിക്കുന്നതിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പണപ്പിരിവ് നടത്താം. ഇത് ഒരു വിധത്തിൽ നല്ലതാണെങ്കിലും മറുവിധത്തിൽ ദോഷമുണ്ടെന്നും പറയപ്പെടുന്നു. മാഷ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിലാണ്. കാരണം എറണാകുളം DCC എടുത്ത തീരുമാനം KPCC അംഗീകരിക്കുകയും കോൺഗ്രസിൻ്റെ ആ മാതൃക കേരളത്തിലെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചാൽ ഞാൻ അതുകൊണ്ട് കാണുന്ന പോസിറ്റീവായ സംഗതികളുണ്ട്. അതിൻ്റെ ദോഷം തീർച്ചയായിട്ടും സിനിജി പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ കാണുന്ന പോസിറ്റീവായിട്ടാണ്. ഒന്നാമത്തെ കാര്യം, എലക്ഷൻ കാലം എന്ന് പറഞ്ഞാൽ സാമാന്യം ബിസിനസ് ചെയ്യുകയും സമാധാനപരമായി ഒപ്പിച്ച് ജീവിച്ചു പോവുകയും ചെയ്യുന്ന സാധാരണക്കാർക്ക്, ഇടത്തരക്കാർക്ക്, വ്യാപാരികൾക്ക്, ചെറുകിട കച്ചവടക്കാർക്ക്, ഒപ്പം വൻകിട വ്യവസായികൾക്കും വ്യാപാരികൾക്കൊക്കെ തന്നെ ഒരു വല്ലാത്ത പിരിവിൻ്റെ കാലമാണ്. ഓർമ്മയുണ്ടല്ലോ, ഇതാ ഇലക്ഷൻ ഫണ്ട് വരുന്നത്. എനിക്ക് ചെറിയ ചെറിയ കച്ചവടക്കാരും ബിസിനസ്സുകാരും കമ്പനിക്കാരും ഒക്കെ എന്നോട് പറയാറുണ്ട്, ഇതാ മറ്റൊരു വന്നു, ഇനി എപ്പോഴാണോ മറ്റൊരു UDF വന്നു, ഇനി LDF വരാനിരിക്കുന്നു, ഇതൊന്നും മതിയാവില്ല, ഭരണകക്ഷിയല്ലേ എന്ന് പറയാം. അപ്പുറത്ത് ഇനിയിപ്പോൾ BJPയുടെ വരാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഒരു ഭീതിയുടെ കാലമാണ്, ഒന്നാമത്തെ കാലം. അപ്പോൾ സമാധാനത്തോടെ ഇനി അങ്ങോട്ട് പ്രഖ്യാപനം നടത്തി നോക്കൂ, എത്ര സുന്ദരമായിരിക്കും കേരളം. ഇനി അങ്ങോട്ട് എലക്ഷൻ ഫണ്ട് പിരിക്കാൻ ഞങ്ങളുടെ പാർട്ടി വരികയില്ല എന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ജനങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യും. അത് ചെറിയ ചെറിയ തോതിൽ മാത്രമല്ല, വലിയ തോതിലുണ്ട്. വൻകിടക്കാരെന്ന് മാത്രമല്ല, താഴെക്കട്ടിൽ നിന്ന് പിരിക്കും. കാരണം ഇവർക്കൊക്കെ തന്നെ പാർട്ടിക്ക് കോട്ട കൊടുക്കും. ഇപ്പോൾ ഒരു വാർഡിൽ നിന്ന് കണ്ടില്ലേ, ഒരു വാർഡിൽ നിന്ന് പിരിക്കാവുന്ന എമൗണ്ടിൻ്റെ കണക്ക് പറയുന്നുണ്ട്, ഓരോ വാർഡിൽ നിന്ന്. അപ്പോൾ ഒരു വാർഡിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 50,000 രൂപ പിരിക്കണമെന്ന് വിചാരിച്ചു. അവിടുത്തെ എല്ലാം മുറുക്കാൻ കടക്കാരും കൊടുക്കേണ്ടി വരും. അതിൻ്റെ പുറമെ സാമാന്യം ശമ്പളമുള്ള അരിഷ്ടിച്ച് രണ്ടറ്റം പൊട്ടിച്ച് ജീവിച്ചു പോകുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഇതാ പിരിവിന് എന്നോട് പറയാറുണ്ട്. ഞാനും ഈ സർക്കാർ സർവീസിൽ നിന്നതുകൊണ്ട് പിരിവാണ്. എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, മാഷെ വീട്ടിൽ, പ്രത്യേകിച്ച് ഇലക്ഷൻ കാലത്ത്, ഇലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വീട്ടിലിരിക്കാതിരിക്കുക സുഖം, രാവിലെ ഇറങ്ങും, വീടടച്ച് പലതരത്തിലായിട്ട് പോകും. കാരണം എന്ന് വെച്ചാൽ വീട്ടിലിരുന്നാൽ പിരിവുകാർ വരും. ഇതൊരു വലിയ ഭീഷണിയാണ്. ഒന്ന്, ജനങ്ങൾക്ക് സമാധാനം വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു പാർട്ടിക്ക് എലക്ഷൻ്റെ ഒരുക്കം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നടത്തേണ്ടത്? എലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് സ്ഥാനാർത്ഥിയെ തെരഞ്ഞുള്ള നെട്ടോട്ടം, പിന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക, പിന്നെ ഫണ്ട് ഉണ്ടാക്കുക, പിന്നെ നോട്ടീസ് ഒട്ടിക്കുക, അങ്ങനെ ഉണ്ടല്ലോ, പ്രചാരണം നടത്തുക, ഒക്കെ ആ സമയത്തെ ഒരു ഹറിബറിയാണ്. അതേസമയം 5 കൊല്ലം കഴിഞ്ഞാൽ, ജനാധിപത്യത്തിൽ 5 കൊല്ലം കഴിഞ്ഞാൽ എലക്ഷൻ വരും. ഇത്തവണ തോറ്റു എന്ന് വിചാരിച്ചോ, എപ്പോഴാണ് അടുത്ത സ്ട്രാറ്റജി തീരുമാനിക്കേണ്ടത്? അപ്പം തീരുമാനിക്കണം. ഞാൻ കേരളത്തിൽ ഏറ്റവും വലിയ വിജയം കണ്ടത് എന്താണെന്ന് അറിയാം? പല മണ്ഡലങ്ങളിലും ഇപ്പോൾ സുരേഷ് ഗോപി നല്ല മാതൃകയല്ലേ, മത്സരിക്കുന്നു, തോൽക്കുമ്പോൾ പ്രഖ്യാപിക്കുന്നു, അടുത്ത കൊല്ലം ഞാനിവിടെ ഉണ്ടാവും. ജയിച്ചിട്ടല്ല, അടുത്ത 5 കൊല്ലം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് പ്രഖ്യാപിക്കുകയാണ്. പലയിടത്തും ഞാൻ അത്തരം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മങ്കടയിൽ മഞ്ഞളാംകുഴി അലി ആദ്യമായി മത്സരിച്ച്, എൻ്റെ നാട്ടിലായതുകൊണ്ട് ഞാനും കൂടെ അടുത്ത് നിന്ന് കണ്ടതാണ്. അദ്ദേഹം തോറ്റപ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്, ഞാൻ ഇനി ഇങ്ങോട്ടില്ല എന്നല്ല, ഇന്നു മുതൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, അടുത്ത 5 കൊല്ലം ഒരു പൊതുപ്രവർത്തകനായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അടുത്ത 5 കൊല്ലം തോറ്റ സ്ഥാനാർത്ഥി അവരുടെ കൂടെ ഉണ്ടായിരുന്നു, പാട്ടും പാടി ജയിപ്പിച്ചു അടുത്ത തവണ. പിന്നെ അദ്ദേഹം തോറ്റിട്ടില്ല അവിടെ. ഇത് പല മാതൃകയാണ്. ഇപ്പോൾ നമുക്കറിയില്ല, സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച സമയത്ത് രാഹുൽ ഗാന്ധി എടുത്ത് മത്സരിച്ചപ്പോൾ സ്മൃതി ഇറാനി ആരുമല്ല, ഒരു സീരിയൽ ആക്ട്രസോ അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ അവർ തോറ്റു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ജയിച്ചു കഴിഞ്ഞ രാഹുൽ ഗാന്ധിയെ പിന്നെ ആ മണ്ഡലം കണ്ടിട്ടില്ല. പക്ഷേ സ്മൃതി ഇറാനി കൂടെ ഉണ്ടായിരുന്നു. 5 വർഷം മാഷി പറഞ്ഞ പോലെ പാട്ടും പാടിയാണ് അവരെ പിന്നെ ജയിച്ചത്. അതാണ് ജനാധിപത്യത്തിൽ വേണ്ട ഒരു പ്ലാൻ. അപ്പോൾ എന്താണുള്ള ഗുണം എന്നറിയോ? ഈ 5 കൊല്ലം കൊണ്ട് ഇയാളെ മനസ്സിലാക്കാൻ ആ ജനങ്ങൾക്ക് അവസരം കിട്ടും. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ ഇദ്ദേഹത്തിന് അവസരം കിട്ടും. ഒപ്പം അവരുടെ പാർട്ടി അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ ഇയാളെ കളത്തിലിറക്കി മത്സരിപ്പിക്കാൻ ആവശ്യമുള്ള ഫണ്ടും ആ സമയത്ത് ഉണ്ടാക്കി വെക്കണം. വർക്കിംഗ് ഫണ്ട് ഇവർ പിരിക്കുന്നുണ്ടല്ലോ, പാർട്ടി ഫണ്ട് പിരിക്കുന്നില്ലേ, പിന്നെന്തിനാ അവർ ഇലക്ഷൻ ഫണ്ട്? ന്യായമായ ചോദ്യം. ഇനി അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ രാഷ്ട്രീയത്തിൽ വന്ന ഏറ്റവും വലിയ ദോഷം എന്താണ്? നോർത്ത് ഇന്ത്യയിൽ പണ്ടേ വന്നു എന്ന് പറയുന്നു. കേരളത്തിലെ സ്ഥിതി എന്താ? കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരത്തിന് ഏറ്റവും വലിയ കളങ്കം ഈ പുത്തൻ പണക്കാർക്കും കള്ളപ്പണക്കാർക്കും സീറ്റ് വിൽക്കേണ്ടി വന്നത് എപ്പോഴാണ്?
പാവങ്ങളായ മനുഷ്യന്മാർ, ഏത് പാർട്ടിക്ക് വേണ്ടിയും പണിയെടുക്കുന്ന പാവങ്ങളായ കുറേ മനുഷ്യന്മാരുണ്ട്, അഴിമതിക്കാരല്ലാത്തവർ ഇന്നും ഉണ്ട് കേരള രാഷ്ട്രീയത്തിൽ, എല്ലാ പാർട്ടിയിലും ഉണ്ട്. പക്ഷെ അവരിൽ ഒരാൾക്ക് പോലും കൊള്ളാവുന്ന ഒരാളാണ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടയാളാണ്, ജനസേവകനാണ്, പക്ഷെ സീറ്റ് കൊടുക്കില്ല. എന്താ കാര്യം? മത്സരിക്കാൻ അയാളുടെ കയ്യിൽ ഫണ്ടില്ല. എന്ന് പറഞ്ഞാൽ മത്സരിക്കാനുള്ള ഫണ്ട് അയാൾ ഉണ്ടാക്കണം. അയാൾക്ക് ഈ പണക്കാരുടെയൊക്കെ അരമനയിൽ ചെന്നിട്ട് ഞാൻ മത്സരിക്കുന്നുണ്ട്, എനിക്ക് ഇലക്ഷൻ ഫണ്ട് തരണേ എന്ന് പറയാൻ അയാളുടെ ആത്മാഭിമാനം സമ്മതിക്കില്ല. കാരണം അയാൾ മുതലാളിക്കായാലും തൊഴിലാളിക്കായാലും അങ്ങോട്ട് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുക എന്ന് ആലോചിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ ഫണ്ട് ഉണ്ടാക്കേണ്ടി വരും. ഒന്നുകിൽ അയാളും അയാളുടെ കുടുംബവും ഉണ്ടാക്കണം, അല്ലെങ്കിൽ വഴിവിട്ടുണ്ടാക്കണം. ഇങ്ങനെ കള്ളപ്പണക്കാർക്ക് പറ്റും, നേരാമട്ടിൽ കാശുണ്ടാക്കിയവന് പറ്റില്ല. PV അൻവർമാർക്ക് പറ്റും. അൻവർമാർ പിന്നീട് കേരളത്തിൻ്റെ തലവേദനയായിട്ട് മാറും. പിന്നെ അൻവറിനെ ഫിനിഷ് ചെയ്യാൻ ഇവർ കോടാനുകൂടി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ട് എങ്ങനെ വന്നു കേരള രാഷ്ട്രീയത്തിൽ? ഈ സ്ഥാനാർത്ഥി പട്ടം വിൽപ്പനയുണ്ടല്ലോ, സീറ്റ് വിൽപ്പന എങ്ങനെ വന്നു? ഏത് പാർട്ടി ചെയ്തപ്പോഴും എന്താ പരിഗണിച്ചത്? ഇലക്ഷൻ നടത്താനുള്ള വരുമാനമുണ്ടോ, ഫണ്ടുണ്ടോ? അത് നോക്കിയല്ലേ സീറ്റ് കൊടുത്തത്. നിങ്ങൾ എടുത്തു നോക്കൂ, കേരള രാഷ്ട്രീയം ഏത് മുന്നണി വിറ്റ സീറ്റ്, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഞാൻ പറയും. ഇപ്പോൾ LDFൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കൊടുത്ത സീറ്റുകളൊക്കെ എനിക്കറിയാം. മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഒരു വലിയ പണക്കാരന് പെരിന്തൽമണ്ണ സീറ്റ് കൊടുത്തു. എന്താ മാനദണ്ഡം? ഇലക്ഷൻ അയാൾ നടത്തിക്കോളും, അതിൻ്റെ പുറമെ പാർട്ടിക്ക് ഇലക്ഷൻ ഫണ്ടും കൊടുക്കും. അതുകൊണ്ട് എന്താ ഉണ്ടായത്? ഇടതുപക്ഷം ജയിച്ച സീറ്റാണ്. V ശശികുമാർ ജയിച്ച സീറ്റ് അവിടുത്തെ ജനങ്ങൾ തന്നെ തോൽപ്പിച്ചു ഇദ്ദേഹത്തിനെ. അതുകൊണ്ട് എങ്ങാണ്ട് കോഴിക്കോട്ട് നിന്ന് വന്ന് നിന്ന നജീബ് കാന്തപുരം ജയിക്കാൻ പാടില്ലാത്തടത്ത് ജയിച്ചു കയറി. അപ്പോൾ ഞാൻ പറയും ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അതിപ്പോൾ എല്ലായിടത്തും എത്രയോ സീറ്റുകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ല, പക്ഷേ ഇപ്പോൾ ഈ മലപ്പുറം പോലുള്ള ജില്ലകളുടെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ പറയുന്ന സ്ഥലത്ത് പലപ്പോഴും CPMന് ആധിപത്യം കുറവായിരിക്കും. ലീഗിനോ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കുണ്ടെങ്കിൽ CPM അവിടെ മത്സരിക്കില്ല. പകരം മാഷ് പറയുന്ന പോലെ ഒരാളെ കൊണ്ടുവരുത്തും, അയാൾ കാര്യം നിർത്തുമല്ലോ. സീറ്റ് അങ്ങനെയല്ലേ എന്നാലോചിച്ച് നോക്കിപ്പോൾ താനൂർ സീറ്റ് V അബ്ദുറഹിമാൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരന് കൊടുത്താണ് ഇപ്പം പിന്നെ MLA ആക്കി, മന്ത്രിയാക്കി. കാരണം കാശുണ്ട് ചെലവാക്കാൻ. അപ്പുറത്ത് ഞാൻ എൻ്റെ കൊണ്ടോട്ടി സുലൈമാൻ ഹാജി എന്ന് പറയുന്നൊരു മുതലാളിക്ക് കൊടുത്തു, ജയിച്ചില്ല, കാശൊക്കെ പോയി കിട്ടി. പക്ഷേ അതുപോലെയുള്ള സീറ്റുകളാണ് എല്ലാവർക്കും. തിരൂര് ഗഫൂർ ലില്ലീസിന് കൊടുത്തു. അപ്പുറത്ത് നിയാസ് പുളിക്കലകത്ത്, തിരൂരങ്ങാടി സീറ്റ് നിയാസ് പുളിക്കലകത്ത്. ഞാൻ പറയുന്നത് കാശ് ഒരു പ്രധാനപ്പെട്ട അവരുടെ കുറ്റമല്ല, കാശ് ഉണ്ടായതൊരു കുറ്റമല്ല. പക്ഷെ കാശ് ഇലക്ഷൻ അത്യാവശ്യമാണ് എന്ന് വന്നാൽ യഥാർത്ഥ ജനസേവകർക്ക് മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഒന്ന്, പണക്കാർക്ക് സീറ്റ് വിറ്റാൽ അവൻ്റെ കയ്യിലാവും പാർട്ടി. PV അൻവറിന് സീറ്റ് കൊടുത്തപ്പോൾ PV അൻവറിൻ്റെ കയ്യിലായി പാർട്ടി. നിലമ്പൂരിലെ CPMന് അൻവറിനെ ചോദ്യം ചെയ്യാൻ പറ്റാതായി, ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു പാർട്ടി മുതലാളിയായിട്ട് അദ്ദേഹം മാറി. ഒന്ന്. രണ്ട്, ഈ കള്ളപ്പണക്കാർ കാശ് രാഷ്ട്രീയത്തിന് വേണ്ടി കാശ് ചെലവാക്കിയ വെറുതെ കാശ് കളയോ? ഇല്ല, കാശ് അതിൻ്റെ ഇരട്ടി, അതിൻ്റെ 10 ഇരട്ടി ഉണ്ടാക്കാൻ നോക്കും. അങ്ങനെയാണ് അവർ അഴിമതിക്കാരനാകുന്നത്. അങ്ങനെയാണ് അവർ സ്വർണ്ണക്കടത്തിൻ്റെ ഏജന്റുമാരാകുന്നത്. അങ്ങനെയാണ് അവർ ഈ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെ സംരക്ഷകരും ഗോഡ് ഫാദേഴ്സും ആകുന്നത്. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റിയൊരു തീരുമാനമാണ്, ഈ മാതൃകയാണ് എറണാകുളത്തെ DCC എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു അപകടം എന്ന് പറയുമോ, ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നുള്ള കടുത്ത മത്സരം, ഇപ്പോൾ ഇടത് വലത് BJP സ്ഥാനാർത്ഥികളൊക്കെ ആണെങ്കിൽ പോലും ഈ സ്ഥാനാർത്ഥികളുടെ അവിടെ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഇപ്പം മാഷ് പറഞ്ഞ പോലെ കുറേ സമ്പന്നന്മാരുണ്ട്, അവർ ഈ സ്ഥാനാർത്ഥിക്ക് അങ്ങോട്ട് കൊണ്ട് പൈസ കൊടുക്കും, വെറുതെ ഒരു പ്രതിഫലം, ഒരു സന്തോഷം എന്ന നിലയിൽ. കാരണം ഇയാളെങ്ങാനും ജയിച്ചു വന്നാൽ നമ്മളൊന്ന് പരിഗണിക്കണം, ഇനി ഇയാൾ തോറ്റാൽ പോലും ഇയാളുടെ രാഷ്ട്രീയ സംഘടന വെച്ച് എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാകും. അങ്ങനെ പെട്രോൾ പമ്പുകാരനും വലിയ കച്ചവടക്കാരനും വലിയ ബിസിനസ്സുകാരനും ഒക്കെ തന്നെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കും പണം. ഈ പണത്തിനൊന്നും കണക്കില്ല. ഈ പൈസ വേണമെങ്കിൽ ഈ സ്ഥാനാർത്ഥിക്ക് മുക്കാം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ കൂടെ നിൽക്കുന്നവർക്ക് മുക്കാം. നല്ല സ്ഥാനാർത്ഥികളുടെ കാര്യമല്ല പറയുന്നത്, പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ പണം പിരിച്ച് പാർട്ടി തന്നെ അവർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് ഒരു മാതൃക കാണിക്കുന്നു, അത് നാളെ CPMും BJP ഒക്കെ അനുകരിച്ചാൽ പോലും ഈ രീതിയിൽ പണം കൊടുക്കുന്നവർ മാറില്ല. മാഷ് പറഞ്ഞാൽ കള്ളപ്പണക്കാർക്ക് ഈ പണം കൊടുത്തേ പറ്റൂ. കാരണം ഇതേ എമൗണ്ട് ഈ 3 സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ 5 സ്ഥാനാർത്ഥികളുടെ 5 സ്ഥാനാർത്ഥികൾക്കും കൊടുക്കും. പക്ഷേ അതിൻ്റെ റേഷ്യോ കുറഞ്ഞായിരിക്കും. ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്ക് കുറച്ച് കൂടുതൽ എമൗണ്ട് കൊടുക്കും, ജയിക്കില്ല എന്ന് പോകുന്നത് കുറച്ചുകൂടെ കുറയും. മൂന്നാമത്തെ സ്ഥാനാർത്ഥി പക്ഷെ ആ പൈസയൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള ഒരു പുഷ്കര കാലമാണ് ഈ തെരഞ്ഞെടുപ്പുകൾ എന്ന് ചിന്തിക്കുന്ന കുറേ നേതാക്കൾ എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ. അതിനെ ഇല്ലാതാക്കാനും ഈ നീക്കത്തിന് സാധിക്കും. തീർച്ചയായിട്ടും ഉപകരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതുകൂടി എങ്ങനെ വന്നാലും ഈ ഒരു നിലപാട് അതൊരു പൊതു തീരുമാനമായി വന്നാൽ, അത് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി വന്നിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു പോളിസിയായിട്ട് തീരുമാനിച്ചാൽ, എങ്ങനെ ആലോചിച്ചാലും ഒരുപാട് പ്ലസ് പോയിന്റ് അതിനുണ്ട്. അത് ആലോചിക്കേണ്ടത് തന്നെയാണ്. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ കാലേ കൂട്ടി ഫണ്ട് ഉണ്ടാക്കി വെക്കുന്നത്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദോഷം ഞാൻ പറയാം. ഈ അഴിമതി മുഴുവനും പാർട്ടിയിലേക്ക് കേന്ദ്രീകരിക്കും.
അതിൻ്റെ ദോഷം തീർച്ചയായിട്ടും അത് കാണണം, ജാഗ്രത വേണം. അഴിമതിക്കാരായ ലീഡേഴ്സാണ് പാർട്ടി നേതൃത്വത്തിലിരിക്കുന്നതെങ്കിൽ കണക്കിൽ പെട്ടും പെടാതെയും വലിയ തോതിൽ ഫണ്ട് സ്വരൂപിക്കാൻ പറ്റും. വലിയ ഒരു ഫണ്ടിൻ്റെ തലപ്പത്തായിരിക്കും ഇയാൾ കയറിയിരിക്കുക. പാർട്ടികളെ അഴിമതിയിലേക്ക് നയിക്കുമോ എന്നൊരു ആശങ്ക നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിനെ പരമാവധി അഴിമതി മുക്തമാക്കാനും പരമാവധി ഈസിയാക്കാനും പരമാവധി ജനങ്ങൾക്ക് ഒരു റിലാക്സ് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ, സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇലക്ഷനെ നേരിടാനും സാധിക്കുന്ന ഒരു തീരുമാനമാണത്. ആ തീരുമാനം എല്ലാവരും വ്യാപകമായി എടുത്താൽ നല്ലതാണ്. തൽക്കാലം അങ്ങനെ ഇന്നൊവേറ്റീവായ ഒരു ഐഡിയ തീർച്ചയായിട്ടും എറണാകുളം DCC അവതരിപ്പിച്ചതിനെ നമുക്ക് താല്പര്യത്തോടെ കാണണം. അത് മറ്റുള്ളവർക്ക് കൂടി പാഠമാകട്ടെ, ആലോചിക്കട്ടെ. അവർ അതിൻ്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യട്ടെ നമ്മളെക്കാൾ. ഒരു പക്ഷേ മീഡിയ കാണാത്ത ദോഷങ്ങൾ അതിനുണ്ടാവാം. അത് ചർച്ച ചെയ്യാൻ കേരളം തയ്യാറാവട്ടെ ഏറ്റവും ആദ്യം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഇത്തരം ഒരു തീരുമാനം സഹായം വളരെ ഉപകാരപ്പെടും. ഇലക്ഷൻ കാലത്ത് നമ്മുടെ ഇവർക്ക് എന്താ പണി? എക്സൈസിന്, നമ്മുടെ ഈ വിജിലൻസിന് ഒക്കെ എന്താ പണി? പ്രധാനപ്പെട്ട പണി കാറുകൾ പരിശോധിക്കുകയാണ്. പണമുണ്ടോ, ഹവാല പണം വരുന്നുണ്ടോ? ആ പണി നിർത്തിപ്പോവാം. ഒരു പൈസയും ആവശ്യമില്ല, ആർക്കും ഒരു പൈസയും ആവശ്യമില്ല എന്ന് തീരുമാനിക്കുക. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ ഒരു മേളയല്ല, മറിച്ച് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ജനമനസ്സിൻ്റെ ഒരു മാറ്റുരക്കലാണ് എന്ന് വരണം. അങ്ങനെ വന്നാൽ ഒരുപാട് ആശ്വാസം ഉണ്ടാവും. നമുക്ക് കാണാം, തീർച്ചയായിട്ടും ഒരു പുതിയ പരീക്ഷണമല്ലേ. DCC അത് മുൻകൈയെടുക്കുക, APCC സ്വീകരിക്കട്ടെ, മറ്റു പാർട്ടികളും അത് ആലോചിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.